വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ടാട്ടോ ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ ഞാൻ തുടങ്ങുകയാണ്. ഇന്ന് ആദ്യമായിട്ട് നമുക്കൊരു സ്റ്റിക്കർ പാക്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിൻട്രസ്റ്റിൽ ഞാൻ ഇതേപോലെ ഒരുപാട് ക്യൂട്ട് സ്റ്റിക്കർ ഐറ്റംസ് ഒക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് കുറച്ച് തീം ബേസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാമെന്നാണ്. ആദ്യമായിട്ട് എൻ്റെ ഫേവറേറ്റ് ഐറ്റമായ ഫുഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ ഫോട്ടോസ് ഞാൻ റെഫറൻസ് എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ വരച്ചെടുത്തതാണ്. ഇത് ട്രേസ് എടുത്തതല്ല കേട്ടോ. ഇതുപോലെ വരച്ചെടുത്ത് നല്ല പെയിൻ്റൊക്കെ കൊടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് ഇതിനെ അങ്ങനെ ക്യൂട്ടാക്കി എടുക്കുക. എന്നിട്ട് ഇത് നമ്മുടെ സിസേഴ്സ് ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഔട്ട്ലൈനിൽ ഒരു വെള്ള കളർ കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഒരുപാട് പേര് സ്റ്റിക്കർ വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഇതാകുമ്പോൾ ചെയ്യാൻ ഇച്ചിരി സിമ്പിളാണ്, പിന്നെ നിങ്ങൾക്കും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്റ്റിക്കേഴ്സെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു സെല്ലോ ടൈപ്പ് ഇതേപോലെ നമ്മുടെ മേശപ്പുറത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പശയുള്ള ഭാഗത്തേക്ക് ഓരോ സ്റ്റിക്കേഴ്സും ഇതേപോലെ കമിഴ്ത്തി ഒട്ടിച്ചു കൊടുക്കുക. അതായത് അതിൻ്റെ ഫ്രണ്ട് സൈഡ് അപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഒട്ടിച്ചൊട്ടിച്ചെടുക്കുക. എല്ലാ സ്റ്റിക്കേഴ്സും ഞാൻ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് തീമിൽ വേണമെങ്കിലും എടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഒരു ഫുഡ് ലവർ ആയതുകൊണ്ടും കുറച്ച് ക്യൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനത്തെ കുറച്ച് തീംസ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിന് കട്ട് ചെയ്ത് വരച്ച് പെയിൻ്റ് അടിച്ചിട്ടൊക്കെ എടുക്കാം. ഇനി നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ട്രേസ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ഫോട്ടോ കോപ്പി ആപ്പ് ഉപയോഗിച്ചിട്ട്. അങ്ങനെ വേണമെങ്കിൽ ട്രേസ് ചെയ്തും എടുക്കാം, ഇല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാം. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് എടുത്തിട്ട് കളർ ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ കളർ പ്രിൻ്റ് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പ്രിൻ്റ് എടുത്തിട്ട് ചെയ്യുന്നത് ഞാൻ കുറച്ച് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഫൈനലി ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ സെല്ലോ ടാപ്പ് ഫുൾ ഒട്ടിച്ചതിന് ശേഷം മുറിച്ചെടുത്ത് ഇതേപോലെ നമ്മുടെ സ്റ്റിക്കറിന് ചുറ്റും കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഒട്ടിക്കുമ്പോൾ ആ ഒരു സെല്ലോ ടാപ്പിൻ്റെ പശ കിട്ടുമല്ലോ, അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ വാൾപേപ്പർ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ഒരു പേപ്പറിൽ ഓയിൽ ഷീറ്റ് പോലത്തെ ഒരു സാധനം, അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ നെയിൽ സ്ലിപ്പൊക്കെ എടുത്തു കഴിയുമ്പോൾ ഒരു പേപ്പർ കിട്ടത്തില്ലേ, ഒരു ഓയിൽ പേപ്പർ പോലത്തെ, അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്താലും മതി. ഓക്കെ, ശേഷം അതൊരു സ്ക്വയർ പീസിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ സ്റ്റിക്കേഴ്സ് ഓരോന്നായിട്ട് അതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയുള്ള സിമ്പിൾ പ്രോസസ്സാണ്. എൻ്റെ കയ്യിൽ കുറച്ച് പെയിൻ്റൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇഗ്നോർ ചെയ്യുക, സോറി. വേറൊരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഇതിൻ്റെ ബാക്കി ഷൂട്ടിങ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ നൈസായിട്ട് ഒഴിവാക്കി. എന്തായാലും നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഞാൻ സ്റ്റിക്കേഴ്സ് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ടുള്ള കടിച്ച് തിന്നാൻ തോന്നുന്ന ടൈപ്പ് ഓഫ് കുറച്ച് ഫുഡ് റിലേറ്റഡ് സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഭാവിയിൽ നമുക്ക് ഓരോ തീമിലുള്ള അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കി വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലോങ് വീഡിയോസ് നിങ്ങൾ കാണുമോ, എത്രത്തോളം കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.